പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ വീണ്ടും നിർണായകമായ ഒരു തന്ത്രപരമായ തിരിവുണ്ടാക്കിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനി ഹിസ്ബുള്ളയ്ക്ക് നൽകിയ സന്ദേശം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്കെതിരെ പോരാടുന്ന ഹിസ്ബുള്ള പോരാളികൾക്ക് സമ്പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രതിഷേധവും ജിഹാദുമല്ലാതെ മറ്റു വഴികളൊന്നും മുന്നിലില്ലെന്ന് 56-കാരനായ ഇറാന്റെ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും അവസ്ഥാവിരഹിതമായി അവസാനിപ്പിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കൂ എന്ന കർശനമായ നിലപാടാണ് ടെഹ്റാൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് അധികാരമേറ്റെടുത്ത മുജ്തബ ഖമേനി തന്റെ മുൻഗാമികളുടെ നയതന്ത്ര വഴികളിൽ നിന്ന് ഒട്ടും പിന്മാറില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയീം ഖാസിമിനും പോരാളികൾക്കും നൽകിയ ഔദ്യോഗിക സന്ദേശത്തിൽ ലെബനന്റെ പ്രതിരോധ സേനയെ സംരക്ഷിക്കുന്നത് ഇറാന്റെ തന്ത്രപരമായ ദൗത്യമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. മേഖലയിലെ സൈനിക സംഘർഷങ്ങളും നയതന്ത്ര ചർച്ചകളും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രസ്താവന ഏതെല്ലാം തരത്തിലാണ് ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹിസ്ബുള്ളയുടെ പുതിയ നേതൃത്വവും പോരാളികളും ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് അയച്ച കത്തിന് മറുപടിയായാണ് മുജ്തബ ഖമേനി ഈ നിർണായക സന്ദേശം നൽകിയത്. അമേരിക്കൻ ഗവൺമെന്റിന്റെയും ഇസ്രയേലിന്റെയും അടിച്ചമർത്തലുകളിൽ ലോകത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്നും അക്രമികൾക്കെതിരെ പ്രതിരോധവും ജിഹാദുമല്ലാതെ വേറെ വഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ക്രൂരമായ അധിനിവേശത്തിനെതിരെ ഹിസ്ബുള്ള ഒരു കൂറ്റൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുവെന്നും ലോകത്തിലെ സ്വാതന്ത്ര്യകാംക്ഷികളായ ജനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ ഈ നിലപാട് വലിയൊരു പ്രചോദനമാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് പ്രശംസിച്ചു. തന്റെ പിതാവായ അലി ഖമേനി നയിച്ച അതേ പാത പിന്തുടർന്നുകൊണ്ട് ലെബനന്റെയും ഹിസ്ബുള്ളയുടെയും സംരക്ഷണം ഇറാന്റെ ഒഴിച്ചുകൂടാനാവാത്ത നയതന്ത്ര കടമയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇറാന്റെ ഈ പരസ്യമായ നിലപാട് ലെബനനിലെ പ്രതിരോധ ശക്തികൾക്ക് വലിയൊരു രാഷ്ട്രീയ സൈനിക ഊർജ്ജമാണ് നൽകുന്നത്. മേഖലയിൽ ഇറാൻ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ഒട്ടും ദുർബലപ്പെട്ടിട്ടില്ലെന്നും ഏത് പ്രതിസന്ധിയിലും തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കാൻ ടെഹ്റാൻ തയ്യാറാണെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും ഉപാധികളില്ലാതെ നിർത്തിവെക്കണമെന്ന് മുജ്തബ ഖമേനി വ്യക്തമാക്കുന്നു. ലെബനന്റെ പരമാധികാരവും അതിർത്തി സുരക്ഷയും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അല്ലാത്തപക്ഷം യാതൊരു വിധത്തിലുള്ള യുദ്ധവിരാമ ചർച്ചകൾക്കും ഇറാൻ വഴങ്ങില്ലെന്ന കർശന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങളെ അമേരിക്കൻ പിൻബലത്തോടെ പ്രതിരോധിക്കുമ്പോൾ തന്നെ മേഖലയിലെ സമാധാനത്തിന് ലെബനന്റെ സുരക്ഷ മുൻനിർത്തിയുള്ള നിബന്ധന ഉയർത്തുന്നത് ഇറാന്റെ നയതന്ത്ര മിടുക്കാണ് വ്യക്തമാക്കുന്നത്. ഈ നിലപാട് പശ്ചിമേഷ്യയിലെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണങ്ങളിൽ ഇസ്രയേലിന്റെ പൂർണ്ണമായ പിന്മാറ്റം രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ കർശനമായ നിബന്ധനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ സമ്മതമായ ഒരു യുദ്ധവിരാമ ഫോർമുല കണ്ടെത്തി തൽസ്ഥിതി പുനഃസ്ഥാപിക്കുക എന്നത് കഠിനമായ വെല്ലുവിളിയായി മാറും. ഹിസ്ബുള്ളയുടെ മുൻ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ നേതാവ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞ നേതാക്കളുടെയും പോരാളികളുടെയും ത്യാഗമാണ് ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനത്തെ ഒരു ചെറിയ തൈയിൽ നിന്ന് പടുകൂറ്റൻ വൃക്ഷമാക്കി മാറ്റിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ത്യാഗങ്ങൾ ലെബനനും ഇസ്ലാമിക ലോകത്തിനും വലിയ ആദരവും അഭിമാനവുമാണ് നൽകിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തെക്കൻ ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങൾ കാണിച്ച ക്ഷമയും സഹിഷ്ണുതയുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശക്തിയെന്ന് മുജ്തബ ഖമേനി കൂട്ടിച്ചേർത്തു. പോരാളികൾ, യുദ്ധത്തിൽ പരിക്കേറ്റവർ, ഭവനം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായ ജനങ്ങൾ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എന്നിവർക്കായുള്ള പ്രാർത്ഥനകളോടെയായിരുന്നു സന്ദേശം അവസാനിച്ചത്. ഭൂമിശാസ്ത്രപരമായും സൈനികമായും ഉണ്ടായ തിരിച്ചടികൾക്കിടയിലും ഹിസ്ബുള്ള എന്ന ശക്തി തകർന്നിട്ടില്ലെന്നും അത് കൂടുതൽ ആഴത്തിൽ വേരുകളുള്ള പ്രസ്ഥാനമായി മാറിയിട്ടുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വിവരണം നൽകുന്നത്. മുജ്തബ ഖമേനിയുടെ ഈ പരസ്യമായ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. ഇറാന്റെ പുതിയ ഭരണകൂടം കൂടുതൽ വിട്ടുവീഴ്ചകളില്ലാത്തതും കർശനമായതുമായ വിദേശ നയമാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. മുൻ പരമോന്നത നേതാവിന്റെ മരണത്തിന് ശേഷവും ഇറാന്റെ സൈനിക രാഷ്ട്രീയ ഘടകങ്ങളിൽ മാറ്റമൊന്നുമില്ലെന്ന് ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ അച്ചുതണ്ടും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധത്തിന് വിരാമമിടാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇറാന്റെ ഈ നിലപാട് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലെബനന്റെ മണ്ണിൽ ഇസ്രയേൽ നടത്തുന്ന ഓരോ സൈനിക നീക്കവും ടെഹ്റാനുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ പ്രാദേശികമായ താൽപ്പര്യങ്ങളും അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ യാഥാർത്ഥ്യവും ആഗോള ശക്തികൾ കണക്കിലെടുത്തേ മതിയാകൂ എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ നാടകീയമായ അധ്യായം അവസാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.